ചൂരിദാറിട്ട കള്ളൻ. ഇടുക്കി കട്ടപ്പനയിൽ ചുരിദാറിട്ട കള്ളൻ വാടവരയ്ക്ക് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തി. മോഷ്ടാവിനെ തിരിച്ചറിയാതിരിക്കാനാണ് ചുരിദാർ ധരിച്ച ശേഷം മോഷണം നടത്തിയത്. 80,000 രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രതി എത്തിയ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കട്ടപ്പനയ്ക്ക് സമീപം വാഴവരയിലുള്ള 2 വ്യാപാര സ്ഥാപനങ്ങളിലാണ് കൗതുകമുള്ള ഈ മോഷണം നടന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാതിരിക്കാൻ വേണ്ടി ചുരിദാർ ധരിച്ച ശേഷമായിരുന്നു പ്രതി മോഷണം നടത്തിയത്. അതുകൂടാതെ തുണി ഉപയോഗിച്ച് മുഖവും മറച്ചിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിനുമില്ല. വാഴവരയിൽ കട നടത്തുന്ന ഷാജിയുടെയും ആശ്രാമം ജംഗ്ഷനിൽ കട നടത്തുന്ന ബിജുവിന്റെയും കടകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. സാധന സാമഗ്രികൾ ഉൾപ്പെടെ 80,000 രൂപയുടെ നഷ്ടം വന്നുവെന്നാണ് ഇരുവരും പറയുന്നത്. ടോർച്ചും എമർജൻസി ലൈറ്റും സോപ്പും ഉൾപ്പെടെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിയാതിരിക്കാൻ CCTVയുടെ ദിശകൾ മാറ്റിവെച്ച നിലയിലുമാണ്. വിരലടയാളം പതിഞ്ഞ സ്ഥലങ്ങളിൽ പ്രതി തെളിവ് നശിപ്പിക്കാനായി തുണി ഉപയോഗിച്ച് തൂക്കുന്നതായി കാണാം. കഴിഞ്ഞ 25-ാം തീയതി രാത്രി 9 മണിയോടുകൂടി കടയുടമകൾ കട പൂട്ടിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നു. രാവിലെ 7 മണിയോടെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് കടകളുടെ താഴുകൾ തകർത്ത നിലയിൽ കാണപ്പെടുന്നത്. രാത്രി 1 മണിക്ക് ശേഷം മോഷണം നടന്നുവെന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കട്ടപ്പന പോലീസിന്റെ നേതൃത്വത്തിലാണ് സമഗ്രമായ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ, ഇടുക്കി.